നമസ്കാരം. ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വഴികളും നമ്മൾ നോക്കുന്നുണ്ടാവും. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലരും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? നമ്മൾ കഠിനാധ്വാനം ചെയ്യാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മുടെ ചിന്താഗതിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു എനിക്ക് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത്. ആ ഒരു ജോലി ഞാൻ സ്വപ്നം കണ്ട ആ ഒരു രൂപത്തിൽ എനിക്കത് എന്നിലേക്ക് വന്നത് എങ്ങനെയാണ്, ഞാൻ അതിനു വേണ്ടിയിട്ട് എത്രമാത്രം ഞാൻ അതിൻ്റെ മുന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങളെ ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വേർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അടുത്ത കാലത്തായി അന്ധവിശ്വാസം എന്നുള്ള പേരിലൊക്കെ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസം അല്ല കേട്ടോ. എനിക്കിത് സംഭവം അറിയില്ലായിരുന്നു. ഇത് മാനിഫെസ്റ്റേഷൻ ആണെന്നോ, ഇങ്ങനെ ചെയ്താൽ നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അന്ന് ചെയ്ത കാര്യം അതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അതിലൂടെ എനിക്ക് എൻ്റെ സ്വപ്നം നേടാൻ പറ്റി എന്നുള്ളതാണ്. ഈ മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ തലച്ചോറിൽ RAS എന്നുള്ളൊരു ഭാഗമുണ്ട്. എന്താണ്? റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ ചുറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് RAS എന്ന് പറയുന്നത്. ഈ RASനെ നമ്മൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറും ഒരു അന്ധവിശ്വാസമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കണോ എങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് മാത്രം കാര്യമല്ല. നമ്മളിലേക്ക് അത് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് കൃത്യമായൊരു ലക്ഷ്യം വേണം എന്നുള്ളതാണ്. വെറുതെ പറഞ്ഞാൽ പോരാ, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം, ഒരു കൃത്യത, ഒരു വ്യക്തത വേണം. പ്രപഞ്ചത്തിന് വ്യക്തതയാണ് ആവശ്യം. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 50,000 രൂപ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറേ പൈസ വേണം, എനിക്കത് വേണം, വീട് വേണം, കാറ് വേണം, അങ്ങനെ വെറുതെ അങ്ങനെ ചിന്തിച്ചാൽ പോരാ. നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വപ്നം പോലെയുള്ളൊരു വീട്, ഇന്ന രൂപത്തിലൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്ന വീട്, എനിക്ക് അങ്ങനത്തെ ഒരു വീട് വേണം, അല്ലെങ്കിൽ ഇന്നൊരു കാറ് വേണം, ഇന്ന മോഡൽ കാറ്, ഇന്ന കളറ്, ആ കളറ് വരെ സെൻസ് ചെയ്യുന്നുള്ളതാണ്. നമ്മളതൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് എടുക്കുമ്പം ആ ഒരു സംഭവം മാത്രം അങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഒരാൾക്ക് ഒരുപാട് കടം ഉണ്ട് വിചാരിക്കുക. അപ്പം അയാൾ ഇങ്ങനെ അഫർമേഷൻ ചെയ്യാണ്, എനിക്ക് കടം വിടണം, എൻ്റെ കടം വിടണം. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. എനിക്ക് ഇത്ര രൂപ കടമുണ്ട്, ഇത്ര മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കടം എനിക്ക് തീർക്കണം, ആ കടം തീർക്കാൻ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ ചെയ്യും, എൻ്റെ കടം വീട്ടി ഞാൻ സമാധാനത്തോടെ അന്തിറങ്ങുന്നത് ഇങ്ങനെ സ്വപ്നം കാണുക. അത് നിരന്തരം എങ്ങനെ മനസ്സിലിങ്ങനെ ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു വൈറൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ് കേട്ടോ. എന്താണ്? 5x55 5x55 ടെക്നിക്ക്. അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് ആ കാര്യത്തെ ഒരു 5 ദിവസം തുടർച്ചയായിട്ട് ഒരു 55 പ്രാവശ്യം നമ്മളൊന്ന് ജേണൽ ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഉദാഹരണത്തിന് എനിക്കൊരു ജോലി വേണം, ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു 40,000 രൂപ മാസം ശമ്പളം കിട്ടുന്ന ഈ ഒരു ജോലി എനിക്ക് വേണം എന്നുള്ളത് ഞാനൊരു തുടർച്ചയായിട്ട് 5 ദിവസം ഒരു 55 പ്രാവശ്യം വീതം ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അതാണ് ഒരു വൈറൽ ടെക്നിക്കാണ് കേട്ടോ. 5x55 എന്ന് പറയും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ജേണൽ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഇങ്ങനെ ആഴത്തിൽ പതിയാൻ തുടങ്ങും. അപ്പോൾ പതിയെ നമുക്കതിലേക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷൻ ബോർഡ് വേണം. ഉദാഹരണത്തിന് നമുക്ക് ഒരു കാര്യം, ഒരു റെഡ് കാറ്, ഇന്ന മോഡൽ കാർ എനിക്ക് വേണം, അതിൻ്റെ കളർ റെഡ് ആയിരിക്കണം എന്നിങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതൊക്കെ എന്തായിരിക്കും? ആ റെഡ് കളറിലെ നമ്മൾ ആഗ്രഹിച്ച മോഡലുള്ള കാറുകൾ നമുക്കിങ്ങനെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് നമുക്കതിങ്ങനെ കാണാൻ പറ്റും. അത്രയും കാലം ആ വണ്ടികളൊക്കെ അതിലൂടെ പോയിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങുമ്പോഴാണ് ഈ സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞില്ല RAS, നമ്മൾ ആഗ്രഹിക്കുന്ന ആ സാധനം ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാനുള്ള പണി തുടങ്ങുകയാണ്.
അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എന്താണ്? വിഷൻ ബോർഡ്. നമ്മൾ ആ ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. അതേപോലെ വീട്ടിലെവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കുക, നമുക്ക് വേണ്ട കാര്യം ഒന്ന് എഴുതി ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മളെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് വെക്കുക. അങ്ങനെ നമുക്ക് നിരന്തരം കാണാൻ പറ്റുന്ന ആ ഒരു സംഭവമായിട്ട് നമുക്ക് നിരന്തരം ഒരു കണക്ഷൻ വേണം എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നെഗറ്റീവ് ചിന്തകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. നെഗറ്റീവ് ചിന്തയെ പാടില്ല. ഇതെനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് നമുക്ക് കിട്ടി അല്ലെങ്കിൽ നമ്മൾ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു വീട് വേണം, ആ വീട് നമുക്ക് കിട്ടി, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ആ വീടിനകത്ത് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്ന ഇങ്ങനെ സ്വപ്നം കാണാം, മനസ്സിലിങ്ങനെ അതിങ്ങനെ കാണുക. അതേപോലെ വീട് അതേപോലെ കാറ്, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാറ് നമ്മളിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മളെ കടങ്ങളൊക്കെ വീടി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി നമുക്ക് കിട്ടി, അത് കിട്ടി നമ്മൾ ആശ്വാസത്തോടെ സമാധാനത്തോടെ ഫാമിലിയായിട്ടൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കണം, അതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുക. ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്ക് ആഗ്രഹിച്ച ആ ജോലി ഒരുപാട് കാലം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു സ്വപ്നം ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടക്കുന്നത്, ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് സമാധാനത്തോടെ നടക്കുന്നത്, അതൊക്കെ ഞാൻ എപ്പോഴും നിരന്തരം ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. അതിങ്ങനെ ചെയ്താൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടൊന്നല്ലായിരുന്നു കേട്ടോ. പക്ഷെ അത് പതിയെ എന്നിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? പോസിറ്റീവ് ചിന്തകളെ മാത്രം കൊണ്ടുവരാം. നമുക്കത് കിട്ടി, നമ്മൾ അനുഭവിച്ചു എന്നുള്ളൊരു അനുഭൂതി നമ്മുടെ മനസ്സിലും നമ്മുടെ മൈൻഡിലും ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ളൊരു കാര്യം, ലെറ്റ് ഇറ്റ് ഗോ. അതായത് നമുക്കിത് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മളിലേക്ക് എത്തുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവുമല്ലോ, ആ സംശയമേ നമുക്ക് പാടില്ല. നമുക്കത് കിട്ടും അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ ചിന്തിക്കുക. അതാണ് ലെറ്റ് ഇറ്റ് ഗോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ്? നന്ദി പറയാം. നമുക്ക് കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച്, നമ്മളില്ലാത്തതിനെ കുറിച്ച് അയ്യോ എനിക്ക് അതില്ലല്ലോ, മറ്റുള്ളവർക്കൊക്കെ ആ സംഭവമുണ്ട്, നല്ല വീട്, കാറ്, ജോലി, കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അതൊന്നുമില്ല, എനിക്ക് സമാധാനമല്ല, എനിക്കില്ല, ഇല്ല 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 എന്നുള്ള ആ വേർഡ് മാറ്റി നിർത്തി എനിക്കതുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല കേട്ടോ, അതൊക്കെ വലിയ കാര്യമാണ്. അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇല്ല എന്നുള്ള കാര്യം, ആ വേർഡ് ഇല്ല എന്നുള്ള വേർഡിനെ തന്നെ മാറ്റി വെച്ചേക്ക്. എനിക്കുണ്ട്, എനിക്കതുണ്ടല്ലോ, എനിക്ക് ഇന്ന കാര്യം കിട്ടിയില്ല, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്കതുണ്ട്, എനിക്കിതുണ്ട് എന്ന് മാത്രം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എനിക്ക് ആ കാര്യം, ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്താൻ വെറുതെ ഇങ്ങനെ കൈയും കെട്ടിയിരുന്നാൽ കിട്ടുമൊന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് കിട്ടിയ ജോലി, ഞാനത് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കൈയും കെട്ടിയിരുന്നിട്ടല്ല, ഞാൻ രാവും പകലും ഇല്ലാതെ അതിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലം ഞാൻ ഉറക്കമൊഴിച്ച് അതിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇരുന്ന് വായിക്കും, പഠിക്കും, നമുക്ക് കാര്യങ്ങൾ ഒക്കെ എവിടെ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്, ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിനെ ജേർണൽ ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജോലി അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് കാര്യമായാലും, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പണികൾ നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഒരു വിത്തിട്ടാൽ എന്ത് വേണം? അതിന് വേണ്ട വളം കൊടുക്കണ്ടേ? അല്ലാതെ വളരുമോ? ഇല്ലല്ലോ. വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് അഫർമേഷൻ ഉണ്ട്, അത് വളരുമെന്ന് വിചാരിച്ചാൽ അതിനോട് കാര്യമില്ല. അങ്ങനെയല്ല, നമ്മളെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വിത്തിട്ട് കഴിഞ്ഞാൽ അതിനെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളവും നമ്മൾ തന്നെ കൊടുക്കണം. അതിനുള്ള സാഹചര്യം നമ്മുടെ ചുറ്റുപാടുണ്ട്, അതിനൊന്ന് ട്രിഗർ ചെയ്തെടുത്താൽ മതി മാത്രം. അപ്പം നമ്മൾ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയാലും മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു വിദ്യ, അതിനെക്കുറിച്ച് അഫർമേഷൻ ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം നമ്മൾക്ക് കിട്ടി എന്ന് തന്നെ വരിക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ പ്രോസസ്സുകൾ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, നമുക്ക് നോക്കാമല്ലോ. എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.